തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടിയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അതായത് അടുത്തിടെയാണ് മധ്യപ്രദേശ് വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു വിജ്ഞാപനം പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോഴിതാ അതേ രീതിയിൽ തന്നെ ഉത്തർപ്രദേശിലും സമാന രീതിയിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുകയാണ് യോഗി ആദിത്യനാഥ്. പുതിയ സുന്നി വഖഫ് ബോർഡിൽ 2 ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ 2 മുസ്ലിം സ്ത്രീകളും 2 പസ്മാന്ത മുസ്ലിമുകളും ഉൾപ്പെടുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതായത് ഇന്ത്യൻ മുസ്ലിം ജനസംഖ്യയിൽ സാമൂഹ്യമായും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വലിയൊരു വിഭാഗത്തെയാണ് പസ്മാന്ത മുസ്ലിം എന്ന് വിളിക്കുന്നത്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ഈ നീക്കം. ഉത്തർപ്രദേശിലെ സുന്നി വഖഫ് ബോർഡിന്റെ കാലാവധി മാർച്ചിലാണ് അവസാനിച്ചത്. ഷിയ വഖഫ് ബോർഡിന്റെ കാലാവധി ഒക്ടോബറിൽ അവസാനിക്കും. 2 ബോർഡുകളുടെയും പുനഃസംഘടനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ പദ്ധതി പ്രകാരം സുന്നി വഖഫ് ബോർഡിൽ ആകെ 11 അംഗങ്ങൾ ഉണ്ടാകും. ഒരു ചെയർപേഴ്സണും 10 അംഗങ്ങളും. അതായത് ഈ 11 അംഗങ്ങളിൽ 2 മുസ്ലിമുകളും അംഗങ്ങളായി വരും. അതായത് 2 ഹിന്ദുക്കളും ഇതിൽ അംഗങ്ങളായി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മുസ്ലിം സ്ത്രീകൾക്ക് പുറമെ പസ്മാന്ത മുസ്ലിമുകൾ എന്നിവരും ഉൾപ്പെടും. പുതിയ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം വഖഫ് ബോർഡിന്റെ മാനേജ്മെന്റിൽ കൂടുതൽ സുതാര്യത ഉണ്ടാകുമെന്നും അതിന്റെ പ്രവർത്തനം മുമ്പത്തേക്കാൾ കാര്യക്ഷമമാക്കുമെന്നും സർക്കാർ പറയുന്നുണ്ട്. അതായത് കൃത്യമായ മാസങ്ങളിൽ ഇതിന്റെ ഓഡിറ്റുകൾ അടക്കം ഉണ്ടാകുന്നു. കൂടാതെ വേണമെങ്കിൽ ഇത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആ രീതിയിലേക്കുള്ള സാധാരണഗതിയിൽ ഒരു സുതാര്യമായ രീതിയിൽ ഒരു തരത്തിലുമുള്ള അഴിമതികൾ അല്ലെങ്കിൽ തട്ടിപ്പുകളൊന്നും തന്നെ നടക്കുന്നില്ല. ആരുടെയെങ്കിലും സ്വത്ത് അനധികൃതമായി ഇത് വഖഫിന്റെ ാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല എന്നുള്ള ഉറപ്പുവരുത്താനുള്ള പൂർണ്ണമായ സർക്കാരിന്റെ ഒരു നിയന്ത്രണം ഇതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ തീരുമാനത്തിനെതിരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം സ്വാഭാവികമായി ഈ ഇസ്ലാമിസ്റ്റുകൾ പ്രധാനമായി അവർ ആരോപിക്കുന്നത് സ്ത്രീകൾ വീട്ടിൽ അടങ്ങിക്കൂടി ജീവിക്കേണ്ട ഒരു വ്യക്തികളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർ അടുക്കള, അതായത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പാചകം ചെയ്യുക, കൂടാതെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുക, കുട്ടികളുടെ കാര്യം നോക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ കഴിഞ്ഞുകൂടേണ്ടത് അല്ലെങ്കിൽ വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പാടുള്ളൂ. അതാണ് ഈ ഇസ്ലാമിസ്റ്റുകളിൽ പറയുന്നത് അല്ലെങ്കിൽ ഖുറാനിലടക്കം പറയുന്നത് എന്നാണ് അവർ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. കാരണം നമുക്കറിയാം ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ രീതിയിൽ അവർ സ്ത്രീകൾക്ക് വലിയ രീതിയിൽ ഒരു നിയന്ത്രണങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അതായത് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മുഖമൊന്നും കാണാൻ പാടില്ല, വെറും 2 കണ്ണ് മാത്രമേ പുറത്തേക്ക് കാണാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം ശരീരം മുഴുവൻ വസ്ത്രങ്ങൾ കൊണ്ട് മറയ്ക്കണം. കൂടാതെ ഈ സ്റ്റേജുകളിലൊന്നും തന്നെ പോയി പങ്കെടുക്കാൻ പാടില്ല. സ്റ്റേജുകളിലടക്കം പോയി അവാർഡുകൾ വാങ്ങാനോ അല്ലെങ്കിൽ സ്റ്റേജുകളിൽ പോയി പ്രസംഗം നടത്താനോ ഒന്നും പാടില്ല. അതൊക്കെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആണുങ്ങൾ മാത്രമേ അത് ആണുങ്ങൾക്കാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റേതെല്ലാം നമുക്ക് ഹറാമാണ്. അതായത് സ്ത്രീകളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നതൊക്കെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു ഹറാമാണ് എന്ന രീതിയിലാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ചിന്ത. പക്ഷേ ചില മുസ്ലിംസുണ്ട്, അവർക്ക് സ്ത്രീകളും അതോടൊപ്പം തന്നെ മുൻപന്തിയിൽ എത്തി നിൽക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ ഇവർ നടത്തുന്നത്. നിലവിൽ ഉത്തർപ്രദേശിലെ വഖഫ് സ്വത്തുക്കളുടെ എണ്ണവും വളരെ വലുതാണ്. സർക്കാർ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 2,32,547 വഖഫ് സ്വത്തുക്കളുണ്ട്. ഇതിൽ 2,17,161 സ്വത്തുകൾ സുന്നി വഖഫ് ബോർഡിന് കീഴിലും 16,386 സ്വത്തുക്കൾ ഷിയ വഖഫ് ബോർഡിന് കീഴിലുമാണ് ഉള്ളത്. അതേസമയം ഇതുവരെ 92,000-ലധികം വഖഫ് സ്വത്തുക്കൾ ഒമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇനി മുതലുള്ള ഈ യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വഖഫ് ബോർഡിൽ ഇനി മുതൽ ഒരു ഹിന്ദുക്കളും, അതായത് 2 ഹിന്ദുക്കൾ ഇനി വഖഫ് ബോർഡിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിമുകൾ വരുമ്പോഴാണ് അവർ വലിയ രീതിയിലുള്ള അഴിമതികൾ കാണിക്കുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം അതായത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഇത് മുസ്ലിമുകളുടെ ക്ഷേത്രമായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇവിടെ മുസ്ലിമിന്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്നു. പക്ഷെ അവിടെ ഹിന്ദുക്കളെയും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ എല്ലാ മതസ്ഥരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രധാനമായി ഉന്നയിക്കുന്നത്. കൂടാതെ ഇത് ഏറ്റവും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം മധ്യപ്രദേശിലും ഇതുപോലെ വഖഫ് ബോർഡ് പുനർനിർമ്മാണം ചെയ്ത സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു.
കാരണം അവിടെ ഈ മുസ്ലിമുകളെ അതായത് മുസ്ലിമുകളുടെ കൂടെ തന്നെ ഹിന്ദുക്കളെ പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് മുസ്ലിമുകൾക്ക് നൽകുന്നത്, അതായത് മുല്ലാക്കന്മാർക്ക് നൽകുന്നത് പോലെ തന്നെ അതേ രീതിയിലുള്ള ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അവരുടെ ഈ 10 അംഗ അംഗങ്ങളിൽ ഒരു ചെയർപേഴ്സൺ ഉൾപ്പെടെ 11 അംഗ അംഗമാണുള്ളത്. അതിൽ ഒരു ചെയർപേഴ്സൺ ഉൾപ്പെടെ 10 അംഗ അംഗങ്ങളിൽ 2 മുസ്ലിമുകളും അത് 2 ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം വനിതകളൊക്കെ ഉണ്ട്. അതായത് 2 മുസ്ലിം വനിതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഇവിടെ മുസ്ലിമായിട്ടുള്ള യുവതികൾ ഇവിടെ ഇതിൽ അംഗങ്ങളാകാൻ പാടില്ല, അത് നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിലൊക്കെ ഉണ്ടാക്കുമെന്നുള്ള പലതരത്തിലുമുള്ള കാര്യങ്ങൾ ഇവർ മധ്യപ്രദേശിലടക്കം സർക്കാരിന് നിരന്തരം കത്തയച്ചുവെങ്കിലും സർക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. കൂടാതെ ഉത്തർപ്രദേശിലും സമാനമായ ഒരു നീക്കങ്ങൾ നടത്തുന്നു. വരും ദിവസങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഇതേപോലെ രീതിയിൽ വഖഫ് ബോർഡിൽ 11 അംഗങ്ങളെ ഉൾപ്പെടുത്തി അതിൽ ഒരു ചെയർമാൻ, 2 ഹിന്ദുക്കൾ, ബാക്കി ഉള്ളതിൽ 2-3 സീറ്റുകൾ മുസ്ലിം വനിതകൾക്ക് അവർ മാറ്റിവെക്കുന്നു. അങ്ങനെ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രതിഷേധം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് സുതാര്യമായ രീതിയിൽ ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കാതെ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു അഴിമതി പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം കൃത്യമായി തന്നെ ഓഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിയമങ്ങൾ എന്താണോ നിഷ്കർഷിക്കുന്നത് അതെല്ലാം പാലിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി വഖഫ് ബോർഡിന്റെ ഒരു പൊളിച്ചെഴുത്ത് നടക്കാൻ പോകുന്നത്.